ശബരിമല ശ്രീകോവിലിന്റെ പവിത്രതയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പുണ്യ 18-ാം പടിക്ക് മുകളിലുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം മാത്രമാണ് ഇനി അവിടെ ബാക്കിയുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്രത്തോളം വലിയ ഒരു കൊള്ള നടന്നിട്ട് കലിയുഗവരതനായ കാനനവാസനായ ശബരിമല അയ്യപ്പന്റെ പൊന്നുസന്നിധിയിൽ വലിയ കൊള്ള നടന്നിട്ട് ഇത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്തായാലും ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാർ ഓരോരുത്തരായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, VIP അറസ്റ്റുകൾ ഉടൻ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. VIP അറസ്റ്റുകളിലേക്കാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിരൽ ചൂണ്ടുന്നത്. പ്രധാനപ്പെട്ട ചില VVIPകളെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. വിശദമായി പരിശോധിക്കാം. ആരെല്ലാമാണ് ആ VIPകൾ, ഏതെല്ലാം VIPകൾ ഉടൻ അറസ്റ്റിലാകും? സൗവർണിക PS ആണ് കൂടിയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മെഗാ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ വിലയിരുത്തുകൾ? നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേരളത്തെ ഒമ്പാട് ഞെട്ടിച്ചൊരു സ്വർണ്ണക്കൊള്ളയാണ്. കാര്യം, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ശബരിമല വികസനത്തിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നു. അപ്പോൾ ഇതെല്ലാം കേരളത്തെ മുഴുവനായിട്ട് ഞെട്ടിച്ചു. ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി അടുത്തത് ആര് എന്നൊരു ചോദ്യമായിരുന്നു. പിന്നീട് കേസ് ഒരു മാസത്തോളം വളരെ മന്ദഗതിയിൽ പോയി. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് ആരെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഈ ഇടത് മുന്നണി ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോലും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് അടൂർ പ്രകാശിന്റെയും സോണിയാഗാന്ധിയുടെയും പേരുകളൊക്കെയാണ്. അപ്പൊ ആരാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെറ്റ് ചെയ്തത്, അതിപ്പോ UDF ആകട്ടെ, LDF ആകട്ടെ, BJP ആകട്ടെ, ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കേരള ജനതയുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ കേരള ജനതയുടെ ആഗ്രഹം. അവിടെ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പൊ അവിടെ രാഷ്ട്രീയം പറയുക അല്ല വേണ്ടത്. ഇനിയിപ്പോ അടുത്തത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വിട്ടത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം, 1-ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അപ്പൊ അതാ സർക്കാരിന്, 1-ാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരടക്കമുള്ളവർക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞിരിക്കുന്നത് പത്മകുമാറാണ്. പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അടുത്തത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ചോദ്യം ചെയ്ത കടകംപള്ളിയെ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയല്ലേ? തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിനു മുമ്പേ നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേഖനം ചെയ്ത ചെമ്പുപാളികളിൽ നിന്ന് അതീവ വിദഗ്ധമായാണ് സ്വർണം അടർത്തിയെടുത്തത്. നിലവിൽ 989 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്കെങ്കിലും VSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തി ഇനിയും ഉയരും എന്നാണ് വ്യക്തമാകുന്നത്. 2019 ജൂലൈ മാസത്തിൽ നടന്ന ഈ ആസൂത്രിത കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ മിനുക്കാവുന്ന വ്യാജേന പ്രതികൾക്ക് അവസരം ഒരുക്കിക്കൊടുത്ത് ചെന്നൈയിലെ സ്പാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് അതീവ വീര്യമുള്ള രാസമിശ്രിതം ഉപയോഗിച്ചാണ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ ഒരു ഭാഗം പ്രതികൾ കൈക്കലാക്കുകയും ബാക്കി ഭാഗം ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമ വഴി മറിച്ചു വിൽക്കുകയാണ് ഉള്ളത്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ ജയിലിലാണ്, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന ജയിലിലാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ചില ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, പത്മകുമാർ, വാസു ഉൾപ്പെടുന്ന ആളുകൾ ജയിലിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ശബരിമലയിലെ ഏതെങ്കിലും ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ മറ്റ് ശില്പങ്ങളോ അതാകുന്ന മിനുക്കുപണികൾ നടത്തുമ്പോൾ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവരും കർശന മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ശബരിമലയുടെ ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നല്ലേ ഉത്തരവ്? തീർച്ചയായും. എന്നാൽ ഈ കേസിൽ പ്രതികൾ പാളികൾ യഥേഷ്ടം പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥർ തന്നെ മൗനാനുവാദം നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന പഴയ കണക്ക് പുസ്തകങ്ങളിലും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും വ്യാപകമായി കൃത്രിമം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം ഇളക്കി മാറ്റിയ ശേഷം
അതിനുശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ സ്വർണത്തിന്റെ കുറവ് കണ്ടില്ലെന്നടിച്ച ഉദ്യോഗസ്ഥരുടെ നടപടികളും ദുരൂഹമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി അന്വേഷണം നൽകുന്നത് കൊള്ളക്കാലയളവിൽ ചുമതലയിരുന്ന ദേവസ്വം കമ്മീഷണർമാർ, മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാർ, ഓവർസിയർമാർ എന്നിവർ അടക്കമുള്ളവർ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വിഐപികളും ജയിലിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വിഐപികൾക്കും ജയിലഴിക്കുള്ളിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തെ പിടിച്ചുലച്ച സ്വർണ്ണ കുംഭകോണങ്ങളിൽ ഒന്നാണ്, ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ്. കാസർഗോഡ് മഞ്ചേശ്വരം, കന്നഡയും കൈരളിയും കൈകോർക്കുന്ന മഞ്ചേശ്വരം മുതൽ ഏറ്റവും അതിർത്തിയായ തെക്കേ അറ്റത്തെ അതിർത്തിയായ കളിയിക്കാവിള വരെ 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ 3 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകളാണുള്ള മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുണ്ട്. ആ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളിൽ പലതും കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിലെ ക്ഷേത്ര കുംഭകോണവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ കേസിനകത്തെ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾ നിലവിൽ അറസ്റ്റിലായി റിമാൻഡിലാണ്. അത് മാത്രമല്ല, ഈ സ്വർണ്ണ കൊള്ള നടന്നിയ കാലയളവിൽ ദേവസ്വം മന്ത്രിമാരുന്ന ആളുകൾ കെ രാധാകൃഷ്ണനുണ്ട്, അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനുണ്ട്, PS പ്രശാന്തിനെ പോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. ഈ കടകംപള്ളിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വികാരമാണ് ശബരിമല അയ്യപ്പൻ. വിശ്വാസം മാത്രമാണ് ഇതിലുള്ളത്. തീർച്ചയായും കേരളത്തിന്റെ മതമൈത്രിയുടെ പ്രതീകമാണ് അയ്യപ്പൻ. ശബരിമല അയ്യപ്പന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ നൂറുകണക്കിനായ അയ്യപ്പ ക്ഷേത്രങ്ങളെ പോലെയല്ല ശബരിമല അയ്യപ്പന്റെ പ്രത്യേകത. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ പ്രതിഷ്ഠയുള്ള ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നതിന് മുമ്പ് എരുമേലിയിലെ ബാബര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാണ് അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായി ജ്വലിച്ചു നിൽക്കുന്ന ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം. ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ജാതിമത ഭേദമന്യേ ആളുകൾ വിശ്വാസമാണ്. ശബരിമല 18-ാം പടിക്ക് മുകളിൽ അയ്യപ്പൻ ഇരിക്കുമ്പോൾ 18-ാം പടിക്ക് താഴെ ബാബര് സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം. ആ അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നൽകുന്ന കാണിക്കയെ അർപ്പിച്ച വഴിപാട് സ്വർണ്ണമാണ്. ഇത്തരത്തിൽ കള്ളന്മാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരിബാബുവും വാസുവും പത്മകുമാറിനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ കൊള്ളയടിച്ചത്. ചില കള്ളന്മാർ പുറത്തിരിക്കുകയാണ്. പരൽമീനുകൾ ജയിലിൽ കിടക്കുമ്പോൾ വൻ സ്രാവുകൾ ഇപ്പോഴും നീന്തിത്തുടിക്കുകയാണ്. ആ വൻ സ്രാവുകളെ പിടിക്കാനുള്ള വല കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിലുണ്ട്. അവർ ആ വലയെടുത്ത് ഉപയോഗിക്കണം. കേരളത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ആ വല ഉപയോഗിക്കാൻ അറിയുന്ന ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ രംഗത്ത് വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിലെ സർക്കാരിനെ പിടിച്ചുലച്ച സ്വർണ്ണക്കൊള്ളയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല വ്യാളി ശില്പത്തിൽ ഉൾപ്പെടെയുള്ള സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തെ കൊള്ളയടിച്ച മുഴുവൻ ആളുകളും ജയിലഴിക്കുള്ളിൽ പോകേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ദയനീയ പരാജയത്തിന്റെ മൂലകാരണം തേടി പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അലംഭാവവുമാണ് കേരളത്തിലെ CPM-ന്റെ അടിവേരറുക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകാനുള്ള കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന്റെ അടിവേരറുക്കുന്ന പരാജയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടത്തുകയും കള്ളന്മാരെ വിലങ്ങണിയിച്ച് ജയിലിലടക്കുകയും വേണം.